ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വന്നിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അഞ്ചൊന്നും അല്ല കേട്ടോ, 7 പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിനിങ്ങനെ രണ്ടായിട്ട് മുറിച്ചെടുത്ത് നമ്മൾ മൊത്തം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ എല്ലാം അതിലേക്കൊരു സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാം ഒരു 6-7 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്കിന്ന് ഒരു 3 ഗ്ലാസ് ജ്യൂസ് മതി. പക്ഷേങ്കിൽ നല്ല കുറുകിയ നല്ല രുചിയുള്ള ജ്യൂസ് കുടിക്കണമെന്ന് ഭയങ്കര 2-3 ദിവസം കൊണ്ട് വിചാരിക്കുകയാണ്. അപ്പം നമ്മുടെ പഴുത്തതെല്ലാം കൂടെ പറിച്ച് കൊണ്ടുവന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. അതിലേക്ക് നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു 5 കാന്താരി മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്കൊരു 2-2.5 സ്പൂണ് പഞ്ചസാരയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് പഞ്ചസാരയൊന്നും നമുക്ക് ആവശ്യമില്ല, കാരണം ഇത് ഓൾറെഡി നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ടാണ്. അതിലേക്ക് കുറച്ച് തോനെ ഐസ് ക്യൂബ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മിക്സിയിട്ട് നല്ല അടിപൊളിയായിട്ട് അരച്ചിങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞൊരു ഇത് അരഞ്ഞ് കഴിയുമ്പം ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ അരിയൊക്കെ നല്ലപോലെ അങ്ങ് അരയും കേട്ടോ. എന്നിട്ട് ഒരു തരി അപ്പോൾ നമ്മൾ കുടിക്കുമ്പോൾ ഒരു തരിതരിപ്പുണ്ടാവും കേട്ടോ. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് നിറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഏട്ടനും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയത്. അപ്പോൾ 2 ഗ്ലാസ്സിലേക്ക് നമ്മൾ സെർവ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നാലും ചെറിയ നമ്മൾ ഈ അരച്ചതിൻ്റെ ആ അരിയുടെ ഇതിലുണ്ട് കേട്ടോ. അത് പക്ഷേ നമ്മൾ കുടിക്കുമ്പോൾ ഒന്നും അറിയുന്ന പോലും ഇല്ലായിരുന്നു. അതിലേക്ക് നമ്മൾ 2-3 ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇട്ടിട്ട് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കാന്താരിയൊക്കെ ആഡ് ചെയ്തതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. നമ്മൾ സാധാരണ കാന്താരിയൊന്നും ആഡ് ചെയ്യാറില്ല, ചിലരൊക്കെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.